പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് ബ്ലോക്ക് 3യിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഷോർട്ട് നോട്ട്സുകളെ കുറിച്ചാണ്. ഈ ടെസ്റ്റിൻ്റെ നോട്ട്സ് ലഭിക്കാനും അതേപോലെ ഷോർട്ട്സ് നോട്ട്സ് ലഭിക്കാനും ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഒന്നാമത്തത് റീസൺസ് ഫോർ ദ ലോഞ്ച് ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ കമ്പനി. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാനുള്ള കാരണങ്ങൾ. 1942 ക്രിപ്സ് മിഷൻ്റെ പരാജയവും ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാനുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വിമുഖതയുമായിരുന്നു സമരത്തിൻ്റെ പ്രധാന കാരണം. കൂടാതെ സാധനങ്ങളുടെ വിലക്കയറ്റം, യുദ്ധകാലത്തെ ക്ഷാമം എന്നിവ മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തിയും സമരത്തിന് കാരണമായി. മലേഷ്യയിൽ നിന്നും ബർമയിൽ നിന്നുമുള്ള ബ്രിട്ടീഷുകാരുടെ പിന്മാറ്റം ജപ്പാൻ ഇന്ത്യയെ ആക്രമിക്കുമെന്ന ഭയം വർദ്ധിക്കുകയും ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാരുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു. അടുത്തത് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ ആൻഡ് ഡു ഓർ ഡൈ. ക്വിറ്റ് ഇന്ത്യ പ്രമേയവും പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനവും. 1942 ജൂലൈ 14 വാർധയിൽ വെച്ച് നടന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗമാണ് ക്വിറ്റ് ഇന്ത്യ സമരമെന്ന ആശയത്തിന് അംഗീകാരം നൽകിയത്. തുടർന്ന് ഓഗസ്റ്റ് ബോംബെയിലെ ഗോവാലിയ ടാങ്കിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഈ തീരുമാനം പാസാക്കി. ഇവിടെ വെച്ച് നടന്ന ചരിത്രപ്രധാനമായ യോഗത്തിലാണ് ഗാന്ധി ജനങ്ങളോട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തത്. അടുത്ത് 3 ഫേസസ് ഓഫ് ദ മൂവ്മെൻറ്റ്സ്. സമരത്തിൻ്റെ 3 ഘട്ടങ്ങൾ. ക്വിറ്റ് ഇന്ത്യ സമരം പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. പ്രധാന നഗരങ്ങളിൽ നടന്ന വലിയ പണിമുടക്കുകളും ഹർത്താലുകളും റാലികളുമായിരുന്നു ഒന്നാം ഘട്ടത്തിൻ്റെ സവിശേഷത. ഇത് ഗ്രേറ്റ് ഓഗസ്റ്റ് അപ്രൈസിംഗ് എന്നറിയപ്പെടുന്നു. ഗ്രാമപ്രദേശങ്ങളിലേക്ക് സമരം വ്യാപിച്ച രണ്ടാം ഘട്ടം സർക്കാർ കെട്ടിടങ്ങൾ, റെയിൽവേ ട്രാക്കുകൾ, പോലീസ് സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് നേരെ വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടായി. ഒളിവിലെ പ്രവർത്തനങ്ങൾ, രഹസ്യ കോൺഗ്രസ് റേഡിയോകൾ, സമാന്തര സർക്കാരിലെ രൂപീകരണം എന്നിവയായിരുന്നു മൂന്നാം ഘട്ടത്തിൽ നടന്നത്. ദ പാരലൽ ഗവൺമെൻറ്റ്സ്. സമാന്തര സർക്കാരുകൾ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാന്തര സർക്കാരുകൾ രൂപീകരിക്കപ്പെട്ടത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. കിഴക്കൻ ഉത്തർപ്രദേശിലെ ബല്യയിൽ ചിത്തു പാണ്ഡെയുടെ നേതൃത്വത്തിലാണ് ആദ്യത്തെ സമാന്തര സർക്കാർ രൂപീകരിച്ചത്. ബംഗാളിലെ താലൂക്കിൽ രൂപീകരിച്ച ജാതീയ സർക്കാർ മഹാരാഷ്ട്രയിലെ സത്താറയിൽ നാനി പാട്ടീലിൻ്റെ നേതൃത്വത്തിൽ ജാതീയ സർക്കാർ മഹാരാഷ്ട്രയിലെ ഹരി പട്ടേലിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച് ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന പ്രതി സർക്കാർ എന്നിവ ഇതിന് മറ്റ് ഉദാഹരണങ്ങളാണ്. അടുത്ത വേവൽ പ്ലാൻ ആൻഡ് ഷിംല കോൺഫറൻസ് 1945. വേവൽ പദ്ധതിയും ഷിംല സമ്മേളനവും. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിസന്ധികളും ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി 1945 ജൂണിൽ വൈസ്രോയി ലോർഡ് വേവൽ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു. പുതിയ എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിക്കാനും അതിൽ ഹിന്ദുക്കൾക്കും മുസ്ലിമീങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം നൽകാനും ഈ പദ്ധതി നിർദ്ദേശിച്ചു. ഇത് ചർച്ച ചെയ്യാൻ 1945 ജൂൺ 25-ന് 21 രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടുത്തിയ ഷിംല സമ്മേളനം വിളിച്ചു ചേർത്തെങ്കിലും അത് പിന്നീട് പരാജയപ്പെട്ടു.